എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മിക്ക ആളുകളെയും അലട്ടുന്ന പ്രശ്നങ്ങളാണ് കൂടെ കൂടെ കണ്ണിനുണ്ടാകുന്ന ചൊറിച്ചിലും അതേപോലെ തന്നെ മൂക്കൊലിപ്പും. ഇവ രണ്ടും പരിഹരിക്കുന്നതിനായി ജലനേതി പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് പരിശീലിക്കുന്നതിനായി വാൽക്കിണ്ടി പോലുള്ള പാത്രം അല്ലെങ്കിൽ ശംഖാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇത് പരിശീലിക്കാൻ ആവശ്യമായ വസ്തുക്കൾ എന്ന് പറയുന്നത് 1 ലിറ്റർ ചെറു ചൂടുള്ള വെള്ളവും 2 ടീസ്പൂൺ ഉപ്പുമാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറു ചൂടുള്ള വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കുക. അതിനുശേഷം ജലനേതിക്കായി എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുകയും മൂക്കിന്റെ വലത്തെ ദ്വാരത്തിലേക്ക് എടുത്തിരിക്കുന്ന പാത്രത്തിന്റെ വാലറ്റം കയറ്റി വെക്കുക. ഇനി തല അല്പം ചെരിച്ച് അല്പം മുന്നോട്ട് കുനിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരേണ്ടതാണ്. ഈ സമയം മൂക്കിന്റെ ഇടത്തെ ദ്വാരത്തിൽ കൂടി വെള്ളം ഒഴുകി പോകുന്നതായി നമുക്ക് കാണാം. ഇത് പരിശീലിക്കുന്ന സമയം ഒട്ടും തന്നെ ബലം പിടിക്കേണ്ട കാര്യമില്ല. അതല്ലാതെ തന്നെ വെള്ളം മൂക്കിന്റെ അടുത്ത ദ്വാരത്തിൽ കൂടി ഒഴുകിപ്പോകുന്നതാണ്. ജലദോഷമോ മൂക്കടപ്പോ ഉള്ള സമയമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വെള്ളം പുറത്തേക്ക് വരാനായിട്ട് അല്പം ബുദ്ധിമുട്ട് തോന്നുമെന്ന് മാത്രം. അങ്ങനെയുള്ള സമയം ചിലപ്പോൾ വായിലൂടെ ആയിരിക്കും ആദ്യം വെള്ളം വരുന്നത്. കുറച്ച് സമയം പരിശീലിച്ചതിന് ശേഷം മൂക്കിലൂടെ തന്നെ വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി ഇതേ രീതിയിൽ തന്നെ മൂക്കിന്റെ ഇടത്തെ ദ്വാരത്തിൽ പാത്രത്തിന്റെ വാല് കൊണ്ടുവന്ന് വെച്ചിട്ടും പരിശീലിക്കാവുന്നതാണ്. ഈ സമയം വായിലൂടെ ആയിരിക്കണം ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും 1-2 തവണ കൂടി പരിശീലിക്കാം. ഇത് പരിശീലിക്കുന്ന അത്ര സമയവും വായിൽ കൂടി മാത്രമായിരിക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പൊ പറഞ്ഞ രീതിയിൽ ജലനേതി പരിശീലിക്കുന്നത് മൂലം തുടരെ കണ്ണിനുണ്ടാകുന്ന ചൊറിച്ചിലിനും അതേപോലെ തന്നെ കണ്ണിൽ നിന്ന് അധികമായി ഉണ്ടാകുന്ന കണ്ണുനീരിനും ശമനം കാണുന്നതിന് സാധിക്കുന്നു. അതേപോലെ അടഞ്ഞിരിക്കുന്ന മൂക്കിന്റെ ഇരുദ്വാരങ്ങളും ഉണർന്നു വരുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ്. മിക്ക ആളുകളും തന്നെ നേരിടുന്ന പ്രശ്നങ്ങളാണ് ടോൺസിലൈറ്റിസ്, സൈനസൈറ്റിസ്, തൊണ്ടവേദന, തലവേദന, മൂക്കൊലിപ്പ് എന്നിവ. ഇവയ്ക്കെല്ലാം തന്നെ ശമനം കാണുന്നതിന് ജലനേതി ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഇത് ചെയ്യുന്നത് മൂലം തലയ്ക്കും കണ്ണിനും നല്ല രീതിയിൽ കുളിർമ ലഭിക്കുന്നതിനും കൂടെ ഉണ്ടാകുന്ന ജലദോഷത്തെ അകറ്റി നിർത്തുന്നതിനും സഹായിക്കുന്നു. നമ്മൾ ഇപ്പൊ പറഞ്ഞതൊക്കെയാണ് ജലനേതി പരിശീലിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ. ഇപ്പൊ ഈ ചെയ്തതുടെയും 1-2 തവണ പരിശീലിച്ചതിന് ശേഷം തല മുന്നിലേക്ക് കൊണ്ടുവന്ന് വളച്ചു പിടിച്ച് കുനിഞ്ഞു നിൽക്കുക. ഇങ്ങനെ അവസ്ഥയിൽ തന്നെ പുറത്തേക്ക് പോകാതെ മൂക്കിനുള്ളിൽ തടഞ്ഞു നിൽക്കുന്ന ജലമെല്ലാം തന്നെ തുള്ളിയായി പോകുന്നത് നമുക്ക് കാണാം. അല്പസമയത്തിന് ശേഷം നിവർന്നു നിന്നിട്ട് മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും മാറി ശ്വാസത്തെ പുറത്തേക്ക് വിടാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടത് പതിയെ മാത്രമായിരിക്കണം. ശക്തി കൂട്ടി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചെവി അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഇരുദ്വാരങ്ങളിലൂടെയും ഒരുമിച്ചും ശ്വാസത്തെ പുറത്തേക്ക് വിടാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടിയാണ് ജലനേതി പരിശീലിക്കുന്നത് പൂർത്തിയാകുന്നത്. ഇത് പരിശീലിക്കുന്നത് എങ്ങനെയെന്നും ഇത് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.